ഓക്കെ, ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയാൻ പോകുന്ന അടുത്ത ടേമാണ് ലിപ്പോജെനിസിസ്. ഓക്കെ, ലിപ്പോജെനിസിസ് എന്താണെന്ന് നേരത്തെ പറഞ്ഞു തന്നു. ലിപ്പോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാറ്റ്. ജെനിസിസ് എന്ന് പറഞ്ഞാൽ ഫോമേഷൻ. ഫാറ്റിൻ്റെ ഒരു ഫോമേഷനെയാണ് അടുത്ത പറയാൻ പോകുന്നത്. ഫാറ്റ് എങ്ങനെയാണ് ബോഡിയിൽ ഫോം ആവുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ലിപ്പോജെനിസിസ് വഴി പറയാൻ പോകുന്നത്. അപ്പോൾ ലിപ്പോജെനിസിസ് പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്തെന്ന് പറഞ്ഞാൽ ലൂസ് ഫാറ്റ് വിത്തൗട്ട് എക്സസൈസ്. നമുക്ക് എക്സസൈസ് ഇല്ലെങ്കിലും ഡെയിലി ആക്ടിവിറ്റീസ്, സാധാ ആക്ടിവിറ്റീസ് കൊണ്ടും ബോഡിയിലെ ഫാറ്റ് നമുക്ക് എന്ത് ചെയ്യാം? ബേൺ ചെയ്ത് കളയാം. ഫാറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. പക്ഷേ എന്ത് വേണം? ന്യൂട്രീഷൻ ആസ് ദ ഫോക്കസ്. ന്യൂട്രീഷനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ, അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള ന്യൂട്രീഷനാണ് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നതെന്നുള്ള കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ കലോറി മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ കൊടുത്തിട്ട് നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്താലും നമുക്ക് എന്ത് സംഭവിക്കും? ബോഡിയിൽ ഫാറ്റ് നമുക്ക് ലൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കനോട്ട് ബിൽഡ് മസിൽ വിത്തൗട്ട് ട്രെയിനിങ്. നമുക്ക് മസിൽ ബോഡിയിൽ നമുക്ക് ഫാറ്റ് പെർസെൻറ്റേജ് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ബോഡിയിലുള്ള ഫാറ്റ് എക്സസൈസ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാം ഡെയിലി ആക്ടിവിറ്റീസൊക്കെ കൊണ്ട്. പക്ഷെ നമുക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ സാധിക്കത്തില്ല. നല്ലൊരു എഫക്റ്റീവ് എക്സസൈസ് പ്രോഗ്രാം നമ്മൾ കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് എന്ത് സാധിക്കുകയുള്ളൂ? നല്ല രീതിയിലുള്ള മസിൽസ് നമുക്ക് ബിൽഡ് ചെയ്ത് സ്ട്രെങ്തൻ ചെയ്ത് അതുപോലെ തന്നെ ആ മസിലിന് ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഫിസിക്കൽ ടു റൈറ്റ് ന്യൂട്രീഷൻ പ്ലസ് റൈറ്റ് ട്രെയിനിങ്. നല്ലൊരു ട്രെയിനിങ് പ്രോഗ്രാമും നല്ല രീതിയിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കോയിൻ്റെ രണ്ട് സൈഡ് പോലെ ആണ് ഈ റൈറ്റ് ന്യൂട്രീഷനും റൈറ്റ് ട്രെയിനിങ്ങും. നല്ല രീതിയിലുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമും നല്ല രീതിയിലുള്ള ഒരു ന്യൂട്രീഷന് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ? നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ റൈറ്റ് ന്യൂട്രീഷനും റൈറ്റ് ട്രെയിനിങ്ങും നമ്മൾ പ്രോപ്പറായിട്ട് ഒരേ രീതിയിൽ എന്ത് ചെയ്യണം? കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ അടുത്ത അത് നമുക്ക് മനസ്സിലായല്ലോ. ലിപ്പോജെനിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിപ്പോജെനിസിസ് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഫാറ്റ് അല്ല ബോഡിയിൽ ഏറ്റവും വലിയ വില്ലൻ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ്സിനെ ബോഡി എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്? കാർബോഹൈഡ്രേറ്റ്സ് എന്തായിട്ട് ബ്രേക്ക് ഡൗൺ ആവുമെന്ന് പറഞ്ഞു? കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ കഴിച്ചാൽ അത് ഗ്ലൂക്കോസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ആവും. വെൻ കാർബോഹൈഡ്രേറ്റ്സ് ആർ ഇൻജസ്റ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻടേക്ക് ചെയ്താൽ ഇറ്റ് ഈസ് ബ്രേക്ക് ഡൗൺ ഇൻ ടു ഇറ്റ്സ് സിംപ്ലർ ഫോം കാൾഡ് ഗ്ലൂക്കോസ്. അതിൻ്റെ സിമ്പിൾ ഫോമാണ് അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് സിമ്പിൾ ഫോമായിട്ട് മാറുന്നതാണ് ഗ്ലൂക്കോസ് ആയിട്ട് മാറും. ഓക്കെ, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ റൈസസ് എബോ നോർമൽ. ഒരു നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ 70 to 100 mg ആണ്. നമ്മൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ഇൻക്രീസ് ആവും? ബോഡിയിലുള്ള ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ് ആവും. ഓക്കെ, പാൻക്രിയാസസ് ഇൻക്രീസസ് ഇൻസുലിൻ റിലീസസ് ഇൻ ടു ദ ബ്ലഡ് ടു നോർമലൈസ് ബ്ലഡ് ഷുഗർ ലെവൽ. അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഷുഗർ ലെവൽ നല്ല രീതിയിൽ ഇൻക്രീസ് ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? പാൻക്രിയാസ് ഇൻസുലിൻ എന്ന് പറഞ്ഞൊരു ഹോർമോണാണ്, അത് ബോഡിയിൽ റിലീസ് ചെയ്യും. എന്തിനു വേണ്ടിയാണ് പാൻക്രിയാസ് ഇത് റിലീസ് ചെയ്യുന്നത്? ബ്ലഡ് ഷുഗർ ലെവൽ, ഓക്കെ, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നോർമലൈസ് ചെയ്യാൻ വേണ്ടി പാൻക്രിയാസ് ഇൻസുലിൻ റിലീസ് ചെയ്യും. ഓക്കെ, ഇൻസുലിൻ എന്താണ് ചെയ്യുന്നത്? ഇൻസുലിന് കൂടുതലായിട്ടുള്ള ബ്ലഡ് ഷുഗർ ലെവൽ, കൂടുതലായിട്ടുള്ള ബ്ലഡിലുള്ള ഷുഗറിൻ്റെ ലെവൽ ഇൻസുലിൻ എന്ത് ചെയ്യും? ക്ലിയർ ഔട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഗ്ലൂക്കോസ് എവിടെയൊക്കെയാണ് ബോഡിയിൽ സ്റ്റോർ ആവുന്നത്? സ്റ്റോറേജ് ഗ്ലൂക്കോസ് ബോഡിയിൽ ലിവറിൽ ഗ്ലൈക്കോജൻ ആയിട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ഗ്ലൂക്കോസ് ചെന്ന് സ്റ്റോർ ആവുന്നത് ലിവറിൽ, ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞ രീതിയിൽ ലിവറിൽ ചെന്ന് സ്റ്റോർ ആവും. പിന്നെ ലിവറിൽ ആ സ്റ്റോറേജ് ഫുൾ ആവുമ്പോഴത്തേക്കും പിന്നെ എവിടെ ചെന്ന് സ്റ്റോർ ആവും? മസിൽസിൽ ആവശ്യമായിട്ടുള്ള എനർജി
ഈ ലിവറിൽ നിന്നും എടുക്കും. അതുപോലെ തന്നെ ബാക്കിയുള്ള ഗ്ലൂക്കോസ് മസിൽസ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് മസിൽസ് എടുക്കും. പിന്നെ ഇത് രണ്ടിനും ആവശ്യമില്ലാതെ വരുമ്പോൾ എന്നിട്ടും നമ്മുടെ ബോഡിയിൽ എക്സസ് ആയിട്ട് നിൽക്കുന്ന ഈ ഗ്ലൂക്കോസ് ആണ് എന്ത്, അഡിപ്പോസ് ടിഷ്യൂ ആയിട്ട് ട്രൈഗ്ലിസറൈഡായിട്ട് ഫോമായി അഡിപ്പോസ് ടിഷ്യൂവിൽ കളക്ട് ചെയ്ത് നിൽക്കുന്നത്. ഈ അഡിപ്പോസ് ടിഷ്യൂ ആണ് എന്ത്, ഈ അഡിപ്പോസ് ടിഷ്യൂ ആണ് ഫാറ്റ്. ഈ അഡിപ്പോസ് ടിഷ്യൂ ആണ് ഫാറ്റ് ടിഷ്യൂ. ഓക്കെ, അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത്, നോർമലായിട്ട് ബോഡിയിലെത്തുന്ന ഗ്ലൂക്കോസ് കുഴപ്പമില്ല. ഗ്ലൂക്കോസ് നമ്മുടെ ലിവറിലും അവിടെ ഇവിടെയൊക്കെ മസിൽസിനും, ലിവറിലും സ്റ്റോറേജ്, മസിൽസിനും ആക്ടിവിറ്റീസിന് വേണ്ടി എടുത്തിട്ട് പിന്നെ എക്സസൈസ് വരണം, പിന്നെ കൂടുതലായിട്ട് വന്ന ഗ്ലൂക്കോസ് ആണ് എന്താവുന്നത്, അഡിപ്പോസ് ടിഷ്യൂ ആയിട്ട് അല്ലെങ്കിൽ ഫാറ്റ് ടിഷ്യൂ ആയിട്ട് ബോഡിയിൽ സ്റ്റോർ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫാറ്റാണോ ചെന്ന് ബോഡിയിൽ ഫാറ്റായിട്ട് സ്റ്റോർ ആവുന്നത്? അല്ല, ഈ എക്സസൈസ് പറഞ്ഞ കാർബോഹൈഡ്രേറ്റ് ആണ് എന്താവുന്നത്, അഡിപ്പോസ് ടിഷ്യൂ അല്ലെങ്കിൽ ഫാറ്റ് സെൽസ്, ലിപ്പോസൈറ്റ് അല്ലെങ്കിൽ അഡിപ്പോസൈറ്റ് ആയിട്ട് ഫോമായി ട്രൈഗ്ലിസറൈഡ് എല്ലാം കൂടെ സ്റ്റോർ ചെയ്ത് അഡിപ്പോസ് ടിഷ്യൂ, ഫാറ്റ് ടിഷ്യൂ ആയിട്ട് ഫോമായി നിൽക്കുന്നത്. ഓക്കെ, ഓക്കെ അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ടു കൺവേർട്ട് ഗ്ലൂക്കോസ് ടു ട്രൈഗ്ലിസറൈഡ് ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ ദ ഫാറ്റ് സെൽസ്. നമ്മളെ ഗ്ലൂക്കോസിനെ ട്രൈഗ്ലിസറൈഡായിട്ട് കൺവേർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഫാറ്റ് സെൽസിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയും നമ്മുടെ ഇൻസുലിൻ 2 എൻസൈംസിനെ എന്ത് ചെയ്യും, ആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, ഇൻസുലിനെ 2 എൻസൈംസിനെ ആക്ടിവേറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയൊക്കെ, ഗ്ലൂക്കോസിനെ ട്രൈഗ്ലിസറൈഡായിട്ട് കൺവേർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഫ്രീ ഫാറ്റി ആസിഡായിട്ടും ഗ്ലിസറോളായിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്യാനും. ഓക്കെ, ഞാൻ പറഞ്ഞു തന്നു, ഈ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് 3 ഫാറ്റി ആസിഡും ഗ്ലിസറോളും, ഈ 3 ഫാറ്റി ആസിഡും ഗ്ലിസറോളിൻ്റെയും കെമിക്കൽ ഫോർമേഷനിലൂടെ ഉണ്ടാവുന്ന സാധനമാണ് എന്ത്, ഈ ട്രൈഗ്ലിസറൈഡ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. ഈ 2 എൻസൈംസ്, ഒന്നാമത്തെ എൻസൈമാണ് ATP സിട്രേറ്റ് ലേയേഴ്സ്. ATP സിട്രേറ്റ് ലേയേഴ്സ് എന്ന് പറയുന്നത് ഹെൽപ്സ് ടു കൺവേർട്ട് ഗ്ലൂക്കോസ് ഇൻറ്റു ട്രൈഗ്ലിസറൈഡ്. ഗ്ലൂക്കോസിനെ ട്രൈഗ്ലിസറൈഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ് ATP സിട്രേറ്റ് ലേയേഴ്സ്. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ എൻസൈമാണ് എന്തോന്ന്, നമ്മുടെ ലിപ്പോപ്രോട്ടീൻ ലിപ്പേസ് എന്താണ് ചെയ്യുന്നത്, ഈ ട്രൈഗ്ലിസറൈഡ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ള മോളിക്യൂൾസായ ഫ്രീ ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളുമായിട്ട് ഈ എന്തിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും, ട്രൈഗ്ലിസറൈഡ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. ഓക്കെ, അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഫ്രീ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആയിട്ട് ഈ ട്രൈഗ്ലിസറൈഡിനെ ഏത് എൻസൈമാണ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്, ലിപ്പോപ്രോട്ടീൻ ലിപ്പേസ്. ഓക്കെ, അപ്പോൾ 2 രീതിയിലുള്ള എൻസൈംസ് മനസ്സിലായല്ലോ. ഈ 2 രീതിയിലുള്ള എൻസൈംസ് ആണ് എന്തിനെ, ട്രൈഗ്ലിസറൈഡ്സിനെ ബ്രേക്ക് ചെയ്യുന്നതും പിന്നെ അതുപോലെ തന്നെ ഗ്ലൂക്കോസിനെ ട്രൈഗ്ലിസറൈഡായിട്ട് കൺവേർട്ട് ചെയ്യാനും സഹായിക്കുന്നത്. ഈ 2 എൻസൈംസ് ഇൻസുലിനിൽ നിന്നാണ് ആക്ടിവേറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 മനസ്സിലായല്ലോ. ഇനി കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കുമ്പോൾ എങ്ങനെയാണ് ഇത് ചേഞ്ച് ആകുന്നത് എന്നുള്ളതാണ് ഈ ഒരു ചാർട്ടിലൂടെ നിങ്ങൾക്ക് ഈസിലി മനസ്സിലാവും. ഓക്കെ, നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിച്ചാൽ, അപ്പോൾ ഇതിപ്പോൾ ഒരു കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നതാണ്, ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്, കഴിച്ച് അത് നേരെ സ്റ്റൊമക്കിലെത്തി പിന്നെ അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇൻറ്റെസ്റ്റൈനിലൊക്കെ എത്തുന്നു. ഓക്കെ, ഇതിന് പിന്നെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഇത് ആദ്യം എവിടെ പോയി സ്റ്റോർ ആവുമെന്ന് പറഞ്ഞു, ഈ കാർബോഹൈഡ്രേറ്റ്സ് ബ്രേക്ക് ഡൗൺ ചെയ്ത് ട്രൈഗ്ലിസറൈഡായിട്ട് അല്ലേ, ഈ ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് ട്രൈഗ്ലിസറൈഡ് ആവും. ഓക്കെ, ഈ ട്രൈഗ്ലിസറൈഡ് ആദ്യം നമ്മുടെ ലിവറിലാണ് പോയി സ്റ്റോർ ആവുന്നത്. ഓക്കെ, ലിവറിലൊരു 60 to 120 grams ലിവറിൽ ചെന്ന് സ്റ്റോർ ആവും ഈ ആദ്യം വരുന്ന ഈ ഗ്ലൂക്കോസ്. പിന്നെ അവിടെ നമുക്ക് സ്റ്റോറായി ഫുള്ളായതിന് ശേഷം പിന്നെ എന്ത് ചെയ്യും, മസിൽ ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ടായി മസിൽസിൽ സ്റ്റോർ ആവും. മസിൽസിന് ആവശ്യമായിട്ടുള്ള എനർജിക്ക് ആവശ്യമായിട്ടുള്ള ഗ്ലൈക്കോജന് മസിൽസും എടുക്കും.
പിന്നെ മസിൽസിനും ഫുള്ളായി 250 to 400 ഗ്രാംസ് മസിൽസിന് എടുക്കും. മസിൽസിനും ഫുള്ളായി. അപ്പോൾ ലിവറിന് ഫുള്ളായി, മസിൽസിനും ഫുള്ളായി. വീണ്ടും എക്സസ് ആയിട്ട് ബോഡിയിൽ ഗ്ലൂക്കോസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ അതാണ് എന്തായി മാറുന്നത്, അഡിപ്പോസ് ടിഷ്യൂ ആയിട്ട് ചേഞ്ച് ആവുന്നത്. ഓക്കെ, പിന്നെ എക്സസ് ആയിട്ട് വരുന്ന ഇതാണ് എന്ത് ആയി വരുന്നത്, അഡിപ്പോസ് ടിഷ്യൂ ആയിട്ട് ചേഞ്ച് ആയി. പിന്നെ എക്സസ് ആയിട്ടുള്ള ട്രൈഗ്ലിസറൈഡ്സ് എല്ലാം ഫാറ്റ് സെൽസിൽ സ്റ്റോറായി. അത് ഫാറ്റ് സെൽസ് എല്ലാം കൂടെ ഗ്രൂപ്പായിട്ട് ചേർന്ന് ഒരു അഡിപ്പോസ് ടിഷ്യൂ അല്ലെങ്കിൽ ഒരു ഫാറ്റ് ടിഷ്യൂ ആയിട്ട് ഫോം ആവും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഫാറ്റ് ടിഷ്യൂ ഫോമായി ബോഡിയിൽ ഫോം ആവുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എന്തോന്ന് കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കുമ്പോൾ ബോഡി ചേഞ്ച് ചെയ്യുന്നത്. ആദ്യം നമ്മുടെ ലിവറിൽ സ്റ്റോറാവും. ലിവറിൽ സ്റ്റോറായി ലിവർ ഫുള്ളാകുമ്പോഴത്തേക്കും, ലിവർ ഫുള്ളായി എന്നുള്ള ഇൻഫർമേഷൻ പോകുമ്പോഴത്തേക്കും പിന്നെ ബാക്കി വരുന്ന ഗ്ലൂക്കോസ് മസിൽ ഗ്ലൈക്കോജനായിട്ട് ചേഞ്ചായി മസിൽസിൽ കയറും. മസിൽസിൽ എക്സസ് ആകുമ്പോഴത്തേക്കും മസിൽ പറയും മസിൽസിലും ഫുള്ളായി സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെ മസിൽസിൽ ഫുള്ളാകുമ്പോഴത്തേക്കും എന്താവും, പിന്നെ അത് നേരെ എവിടെ പോവും, അഡിപ്പോസ് ടിഷ്യൂ. ഓക്കെ, അഡിപ്പോസ് ടിഷ്യൂ ആയിട്ട് കൺവേർട്ടായി ഫാറ്റ് ടിഷ്യൂ ആയിട്ട് ബോഡിയിൽ ഫോം ആവും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, കാർബോഹൈഡ്രേറ്റ്സ് ബോഡി ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ ഇത്രയും ബുക്കുകൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ റെഫറൻസ് ആയാലും നമ്മുടെ അതേ സിലബസിൽ മൂവ് ആവുന്ന രീതിയിലുള്ള ബുക്സാണ് ഈ പറയുന്നത്. ഈ ബുക്സ് എല്ലാം നിങ്ങൾക്ക് റെഫർ ചെയ്ത് നിങ്ങൾക്ക് നോളജ് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ ഈ ബുക്സൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കുറച്ചുകൂടെ നോളജ് ഇൻക്രീസ് ആവും. ഓക്കെ, എങ്ങനെയാണ് ബോഡി ബാക്കി കാര്യങ്ങളും അതേപോലെ തന്നെ ഈ ബുക്കുകൾ കുറേ എക്സ്പീരിമെൻറ്റും കാര്യങ്ങളും ബാക്കി പ്രോസസ്സിങ്ങും കാര്യങ്ങളെല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ബുക്സ് ഏതെങ്കിലും ബുക്സ് വായിക്കണം എന്ന് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് ഏതെങ്കിലും വായിക്കണമെന്നുണ്ടെങ്കിൽ ഈ ബുക്സ് വായിച്ചാൽ മതി. ഓക്കെ, ഈ ബുക്സാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വൈ ഡു വി സ്റ്റോർ ഫാറ്റ് ഡിസപ്രോപ്രിയേറ്റ്ലി? നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, എല്ലാവരുടെ ബോഡിയിലും ഒരുപോലെയല്ല ഫാറ്റ് സ്റ്റോർ ആവുന്നത്. ഓക്കെ, മെയിൽസിനും ഒരു രീതിയിലാണ് ഫാറ്റ് ബോഡിയിൽ സ്റ്റോർ ആവുന്നത്, ഫീമെയിൽസിനും വേറെ രീതിയിലാണ് ഫാറ്റ് ബോഡിയിൽ സ്റ്റോർ ആവുന്നത്. അതുപോലെ തന്നെ മെയിൽസ് ആയാലും ഫീമെയിൽസ് ആയാലും എടുത്താലും നമ്മുടെ ഓരോരുത്തർക്കും വേറെ യുണീക്ക് രീതിയിലാണ് എന്ത് ആവുന്നത്, ബോഡിയിൽ ഫാറ്റ് സ്റ്റോർ ആവുന്നത്. അത് എന്തുകൊണ്ടാണ് ഓരോ രീതിയിൽ യുണീക്കായിട്ട് ബോഡിയിൽ ഫാറ്റ് സ്റ്റോർ ആവുന്നത് എന്നാണ് ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം ജനറ്റിക് പ്രീ ഡിസ്പൊസിഷൻ ഓഫ് സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ഡിസപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞാൽ അപ്രോപ്രിയേറ്റ് അല്ലാത്ത രീതിയിൽ ഓരോ ബോഡിയിലും പല പല രീതിയിൽ ഫാറ്റ് സ്റ്റോർ ആവുന്നത് എന്തുകൊണ്ട് എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ ജനറ്റിക് അനുസരിച്ചാണ് അത് പറയാൻ സാധിക്കുന്നത്. ഫസ്റ്റ് വൺ, നമ്പർ ഓഫ് അഡിപ്പോസ് സൈറ്റ്സ്. നമ്മളെ ജനറ്റിക്കലി നമ്മുടെ ബോഡിയിൽ എത്ര നമ്പർ ഓഫ് അഡിപ്പോസ് അല്ലെങ്കിൽ ഫാറ്റ് സെൽസ് ആണ് ഫോം ആവുന്നത് എന്നുള്ളത് നമുക്ക് ജനറ്റിക്കലി പറയാൻ സാധിക്കും. അതേപോലെ തന്നെ ആക്ടിവിറ്റി ഓഫ് ലിപ്പേസ്. ഇത് നമുക്ക് സിമ്പിളി പറയാനാണെങ്കിൽ നമ്മൾ ജനറ്റിക്കലി മിക്കവരുടെ ബോഡിയിലും ജനറ്റിക്കലി എവിടെയൊക്കെയാണ് ഫാറ്റ് സ്റ്റോർ ആവുന്നത് എന്നുള്ളത് ജനറ്റിക്കലി ഡിപ്പെൻഡഡ് ആണ്. ഓക്കെ, ചിലവർക്ക് കയ്യിൽ, ഇപ്പോൾ ഫീമെയിൽസ് ആണ് എടുക്കണമെന്നെങ്കിൽ അവർക്ക് കയ്യിലും അപ്പർ ബോഡിയിൽ കൂടുതൽ ഫാറ്റ് സ്റ്റോറേജും ലോവർ ബോഡിയിൽ ഫാറ്റ് സ്റ്റോറേജ് കുറവുമായിരിക്കും. നമ്മുടെ മെയിൽസ് എടുക്കാനാണെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ ടമ്മി ഏരിയ, നമ്മുടെ വയർ ഏരിയയിൽ ഫീമെയിൽസിന് വലുതായിട്ട് ഫാറ്റ് പെട്ടെന്ന് സ്റ്റോർ ആവത്തില്ല. മറിച്ച് നമ്മുടെ ലവ് ഹാൻഡിൽസ് രണ്ട് സൈഡിലൊക്കെ ആയിരിക്കും ഫീമെയിൽസിന് ഫാറ്റ് കൂടുതൽ സ്റ്റോർ ആവുന്നത്. നമ്മുടെ മെയിൽസിനാണെങ്കിൽ ഹാൻഡിൽ, കൈകളിൽ ജനറലി പൊതുവായിട്ടാണ് പറയുന്നത്, ജനറലി മെയിൽസിന് കയ്യിൽ വലുതായിട്ട് ഫാറ്റ് സ്റ്റോറേജ് ഉണ്ടാവില്ല. ടമ്മി ഏരിയസ്, വയർ ഭാഗത്തായിരിക്കും കൂടുതൽ ഫാറ്റ് സ്റ്റോറേജ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലെഗിൽ, മെയിൽസിൽ ലെഗിൽ വലുതായിട്ട് വരില്ല. മെയിൽസിലാണ് ലെഗിൽ വലുതായിട്ട് ഫാറ്റ് സ്റ്റോറേജ് ഒന്നും ഉണ്ടാവില്ല. ലെഗ് സ്കിന്നി ആയിരിക്കും മെയിൽസിന്. പക്ഷേ ഫീമെയിൽസിന് ലെഗ് ഏരിയാസിലും അതുപോലെ തന്നെ ലവ് ഹാൻഡിൽസ് ആ ഏരിയാസിലൊക്കെ, ഹാൻഡ്സിൽ, കയ്യിൽ അവിടെയൊക്കെ ആയിരിക്കും ഫാറ്റ് സ്റ്റോറേജ് കൂടുതലായിരിക്കുന്നത്. ഓക്കെ, ഇതെന്താണ്, അക്കോർഡിംഗ് ടു ജനറ്റിക് ആണ്.
നമ്മുടെ മെയിൽസ് ഫീമെയിൽസ് അത് ജനറലി ഉള്ള ഫാറ്റ് സ്റ്റോറേജ് ഡിഫറൻസും, അതല്ലാതെ മെയിൽസിലായാലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫാറ്റ് സ്റ്റോറേജ്, പല രീതിയിലുള്ള ഫാറ്റ് സ്റ്റോറേജിനെ കണക്കാക്കുന്നത് നമ്മുടെ ശരീരത്തുള്ള ഫാറ്റ് സെൽസിൻ്റെ കണക്കും, അതുപോലെ തന്നെ ജനറ്റിക്കലി പാരമ്പര്യമായിട്ട് ഫാറ്റ് സ്റ്റോറേജ് നമ്മുടെ പാരമ്പര്യമായിട്ട് എങ്ങനെയാണോ ബോഡിയിൽ ഫാറ്റ് സ്റ്റോറേജ് ഉണ്ടാവുന്നത് അതിനെയും ബേസ് ചെയ്തിരിക്കും നമ്മുടെ ബോഡിയിൽ ഏതൊക്കെ രീതിയിലാണ് ഫാറ്റ് സ്റ്റോർ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ 2 രീതി പറയാം? നമ്പർ ഓഫ് അഡിപ്പോസൈറ്റ്സും ആക്ടിവിറ്റി ഓഫ് ലിപ്പേസ്. അത് അടിസ്ഥാനമാക്കിയായിരിക്കും, എന്നുവെച്ചാൽ എവിടെ നിന്നായിരിക്കും. അതുപോലെ ആക്ടിവിറ്റി ഓഫ് ലിപ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയിൽ ചിലപ്പോൾ ചിലവർക്ക് നമ്മുടെ ഫാറ്റ് കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ ഒരു ലോ കലോറി ഡയറ്റ് വെച്ചിട്ട് നമുക്ക് വണ്ണം കുറയ്ക്കണം എന്നുള്ള ഒരു രീതി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ചിലവർക്ക് ഫാറ്റ് നമ്മളെ ബോഡിയിൽ നിന്ന് എവിടെ നിന്നൊക്കെയാണ് ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ബോഡിയിൽ എക്സസ് ആയിട്ട് ഫാറ്റ് സ്റ്റോർ ആവും. അതുപോലെ തന്നെ നമ്മൾ കലോറി ഡെഫിസിറ്റ് ആയിട്ട് ഒരു ഡയറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിൽ നിന്ന്, ഞാൻ പറഞ്ഞില്ലേ, കലോറി എക്സസ് ആയിട്ട് നമ്മൾ കലോറി ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് കലോറി ഡെഫിസിറ്റ് ആയിട്ട് നമ്മൾ ഒരു ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴത്തേക്കും എവിടെ നിന്നാണോ ആദ്യം ഈ ഫാറ്റ് റിലീസ് ആവുന്നത്. ഓക്കെ, നമ്മുടെ ബോഡിയിൽ നമ്മൾ ലോ കലോറി ഡയറ്റ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും എനർജി ആവശ്യം വരുമ്പോഴത്തേക്കും എവിടെ നിന്നാണോ ബോഡി ആദ്യം ഈ ഫാറ്റ് റിലീസ് ചെയ്യുന്നത് എന്നുള്ളത് ജനറ്റിക്കിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇരിക്കുന്നത്. ചിലവർക്ക് ആദ്യം ഫാറ്റ് വയറിൽ നിന്ന് കുറഞ്ഞ് പിന്നെ കയ്യിലുള്ള ഫാറ്റൊക്കെ റിമൂവ് ചെയ്ത് പിന്നെ ഫേസിലുള്ള ഫാറ്റ് റിമൂവ് ചെയ്ത് അങ്ങനെയൊക്കെ കുറഞ്ഞായിരിക്കും വരുന്നത്. നമുക്ക് ഒരിക്കലും നമുക്ക് സ്പോട്ട് റിഡക്ഷൻ പോസിബിൾ അല്ല. ഈ സ്പോട്ട് ഫാറ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പല രീതിയിലും ആൾക്കാർ പറ്റിക്കുന്നതാണ്. നമുക്ക് വയറുള്ള ഫാറ്റ് മാത്രം കുറയ്ക്കാം, കയ്യിലുള്ള ഫാറ്റ് മാത്രം കുറയ്ക്കാം. അങ്ങനെ ഒരിക്കലും പറ്റത്തില്ല. അത് ജനറ്റിക്കലി ഇൻബിൽഡായിട്ട് വരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഫാറ്റ് എവിടെ നിന്നാണോ ആദ്യം റെഡ്യൂസ് ചെയ്യുന്നത് അത് ജനറ്റിക്കലി ഉള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഒരു ഭാഗത്തു നിന്ന് മാത്രം ഫാറ്റ് ഒരിക്കലും കുറയ്ക്കാൻ പറ്റത്തില്ല. നമ്മൾ ഫാറ്റ് റെഡ്യൂസ് ചെയ്യുമ്പം ഓവറോൾ ബോഡി ഫാറ്റ് പെർസെൻറ്റേജിൽ നിന്ന് നമുക്ക് പയ്യെ ഫാറ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് അഡിപ്പോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന സെല്ല് നമ്മളെ ബോഡിയിൽ എവിടെയൊക്കെയാണ് ഫാറ്റ് സ്റ്റോറേജ് ഉണ്ടാകുന്നത് അതും അക്കോർഡിംഗ് ടു ജനറ്റിക് ആണ്. അതുപോലെ തന്നെ ആക്ടിവിറ്റി ഓഫ് ലിപ്പേസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കലോറി ഡെഫിസിറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴത്തേക്കും എവിടെ നിന്നാണോ ബോഡി ആദ്യം ഈ ഫാറ്റ് റിലീസ് ചെയ്യുന്നത് എന്നുള്ളതും ജനറ്റിക്കലി പ്രീ ഡിസ്പോസിഷൻ ഓഫ് സൈറ്റ്സ് ജനറ്റിക്കലി മുമ്പേ തീരുമാനിച്ച് വെച്ചിട്ടുള്ള ഇതാണ് എവിടെ നിന്നാണ് ബോഡിയിൽ ആദ്യം ഫാറ്റ് റിലീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്പോട്ട് റിഡക്ഷൻ പോസിബിൾ അല്ല. നമ്മളെ ബോഡിയിൽ മൊത്തത്തിൽ ഫാറ്റ് കുറയുന്നത് എവിടെ നിന്നാണ് എന്നുള്ളത് നമുക്ക് ഒന്ന് വർക്കൗട്ട് അല്ലെങ്കിൽ കലോറി ഡെഫിസിറ്റ് ചെയ്തു വരുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എല്ലാവർക്കും ഒരുപോലെയല്ല. എവിടെ നിന്നാണ് ഫാറ്റ് റിമൂവ് ആവുന്നതെന്നുള്ളത് എല്ലാവർക്കും ഒരുപോലെയല്ല. അതും എൻറ്റയർലി ഡിഫറൻ്റ് ആണ്, ഓരോരുത്തർക്കും യുണീക്കാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഐഡിയൽ ബോഡി കോമ്പോസിഷനിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? BMR പഠിച്ചു, ബേസൽ മെറ്റബോളിക് റേറ്റ് എന്താണെന്ന് പഠിച്ചു. പിന്നെ നമ്മുടെ ഷോർട്ട് ടേം എഫക്ട്സ്, എക്സസൈസ് ചെയ്യുമ്പോൾ ഷോർട്ട് ടേം എഫക്ട്സ് എന്തൊക്കെയാണ് ബോഡിയിൽ സംഭവിക്കുന്നതെന്ന് പഠിച്ചു. പിന്നെ എക്സസൈസ് പോസ്റ്റ് എക്സസൈസ് ഓക്സിജൻ കൺസപ്ഷൻ അല്ലെങ്കിൽ ഈപോക്ക് എഫക്റ്റ് അല്ലെങ്കിൽ ആഫ്റ്റർ ബേൺ എഫക്റ്റ് എന്താണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ആഫ്റ്റർ ബേൺ എഫക്റ്റ് എത്ര ഡ്യൂറേഷനാണ്, എത്ര സമയമാണ് നീണ്ടു നിൽക്കുന്നത് അല്ലെങ്കിൽ കുറഞ്ഞു നിൽക്കുന്നത്, അതിന് കാരണമായ 2 കാര്യങ്ങൾ പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ വേറെന്ത് പഠിച്ചു? വെയ്റ്റ് ട്രെയിനിങ് ഒരു ടൂളാണോ, നമ്മുടെ ഏതിൻ്റെ ഒരു ടൂളാണോ? ഫാറ്റ് ലോസ് ചെയ്യാനുള്ള ടൂളാണോ? അല്ല. ആ കാര്യങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ ലോങ് ടേം എഫക്റ്റ്, നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പം ലോങ് ടേം എഫക്റ്റ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ വെയ്റ്റ് ട്രെയിനിങ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഐഡിയൽ ബോഡി കോമ്പോസിഷൻ അല്ലെങ്കിൽ ഒരു ഐഡിയൽ ഫാറ്റ് പെർസെൻറ്റേജ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കത്തില്ല.
ഐഡിയൽ ആയിട്ടുള്ള ഒരു ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്ത് നോക്കണം? നല്ലൊരു ന്യൂട്രീഷ്യനും അതുപോലെ തന്നെ ഒരു ഗുഡ് ട്രെയിനിങ് പ്രോഗ്രാമും മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ലൈഫ് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ വെയ്റ്റ് ട്രെയിനിങ് കൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഫാറ്റ് ലോസ് ചെയ്യാനോ അതേപോലെ അല്ലാതെ ഒരു ഐഡിയൽ ഫാറ്റ് പെർസെൻറ്റേജ് മെയിൻറ്റെയിൻ ചെയ്യാനോ പറ്റത്തില്ല. ഓക്കെ, നമ്മൾ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മസിൽ ബിൽഡ് ചെയ്ത് സ്ട്രെങ്തൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ് ആരാണ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്, അത് പിന്നെ അവരെങ്ങനെയാണ് അത് മനസ്സിലാക്കി അതിനെ തിരുത്തി പറഞ്ഞത് എന്നുള്ളത് പഠിച്ചു. പിന്നെ വേറൊരു സ്റ്റഡി പറഞ്ഞു തന്നു, നമ്മളെ കലോറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഫാറ്റ് ലോസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ എത്ര ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടും എത്ര ഹൈ ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള കാർഡിയോ ആക്ടിവിറ്റീസ് ആയാലും വർക്കൗട്ട് ചെയ്താലും നമുക്ക് ഒരു ഐഡിയൽ ബോഡി കോമ്പോസിഷനിൽ എത്തിച്ചേരാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ ലിപ്പോജെനിസിസ് എന്താണെന്ന് പറഞ്ഞു തന്നു. അതുപോലെ എങ്ങനെയാണ് കാർബോഹൈഡ്രേറ്റ് ബോഡി പ്രോസസ്സ് ചെയ്യുന്നത് എന്ന് പഠിച്ചു, ഏതൊക്കെ രീതിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള 2 എൻസൈംസ് ആണ് നമ്മുടെ ഗ്ലൂക്കോസ് കൺവേർട്ട് ചെയ്യാനും ഫാറ്റ് സെൽസിൽ സ്റ്റോർ ചെയ്യാനും സഹായിക്കുന്ന 2 തരം എൻസൈംസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് അത് സ്റ്റോർ ആവുന്നത്, ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. ഓക്കെ, ആദ്യം ലിവറിൽ പോയി സ്റ്റോർ ആവും, പിന്നെ ലിവർ മതി എന്ന് പറഞ്ഞ് ഫില്ലാവുമ്പോഴത്തേക്കും പിന്നെ മസിൽ ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ആവും, പിന്നെ മസിൽസിലും ഫുൾ ആവുമ്പോഴത്തേക്കും മാത്രമേ പിന്നെ എക്സസ് ആയിട്ട് വരുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് എന്തായി മാറുന്നത്? അഡിപ്പോസ് ടിഷ്യൂ അല്ലേ, ട്രൈഗ്ലിസറൈഡായിട്ട് സ്റ്റോറായി ട്രൈഗ്ലിസറൈഡായിട്ട് ഫാറ്റ് സെൽസിൽ സ്റ്റോറായി ഈ ഫാറ്റ് സെൽസിൻ്റെ ഒരു കളക്ഷനെയാണ് എന്ത് പറയുന്നത്? അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ഫോം ആകുന്നത്. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷന് വേണ്ടി ഏതൊക്കെ രീതിയിലുള്ള ബുക്കുകൾ വായിക്കാം, ഇത്രയും ബുക്സ് നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷന് വേണ്ടി വായിക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഫാറ്റ് ഡിസപ്രോപ്രിയേറ്റ്, ഓരോ മനുഷ്യനിലും യുണീക്കായിട്ട് അല്ലെങ്കിൽ വേറെ വേറെ രീതിയിൽ എന്തുകൊണ്ടാണ് ഫാറ്റ് ബോഡിയിൽ സ്റ്റോർ ആവുന്നത്. ഓക്കെ, ജനറ്റിക് പ്രീഡിസ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറ്റിക്കലി ഉള്ള രീതിയിലാണ് 2 തരത്തിൽ ഫാറ്റ് ബോഡിയിൽ സ്റ്റോർ ആവുന്നതും അതുപോലെ തന്നെ നമ്മൾ ഒരു കലോറി ഡെഫിസിറ്റ് ആയിട്ട് ആ ഫാറ്റ് ബേൺ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും യുണീക്കായിട്ട് ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ആ ഫാറ്റ് ബോഡിയിൽ നിന്ന് റിലീസ് ആവുന്നത്. ഓക്കെ, ഇത് 2 കാര്യങ്ങളും ജനറ്റിക്കിനെ ആസ്പദമാക്കിയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ഐഡിയൽ ബോഡി കോമ്പോസിഷൻ അല്ലെങ്കിൽ ബോഡി കോമ്പോസിഷൻ എന്നുള്ള ടോപ്പിക്ക് ഫിനിഷ് ആവുകയാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് വീഡിയോ കണ്ടതിന് ശേഷം ചോദിക്കാം. ഇതിൽ 3 അസൈൻമെൻറ്റ് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൗൺസിൽ 5 മെമ്പേഴ്സ് എബോവ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വെയ്റ്റ് ലോസ് ആൻഡ് ഫാറ്റ് ലോസ്. വെയ്റ്റ് ലോസും ഫാറ്റ് ലോസും തമ്മിലുള്ള ഡിഫറൻസ് ഒരു 5 ആൾക്കാരെടുത്ത് നിങ്ങൾക്ക് കൗൺസിൽ ചെയ്ത് അതിൻ്റെ ഇമ്പോർട്ടൻസ് ആയാലും അതിൻ്റെ കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ തന്നെ കൗൺസിൽ 5 പീപ്പിൾ ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് കറക്റ്റ് ന്യൂട്രീഷൻ ആൻഡ് ഫോർ ഫാറ്റ് ലോസ്. നമ്മൾ ഫാറ്റ് ലോസിന് എങ്ങനെയാണ് ന്യൂട്രീഷൻ, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂട്രീഷൻ ഒരു ഫാറ്റ് ലോസ് പ്രോസസ്സിൽ ന്യൂട്രീഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഒരു 5 ആൾക്കാരെ നിങ്ങൾ കൗൺസിൽ ചെയ്ത് മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, പിന്നെ പറയുന്നത് കൗൺസിൽ 5 പീപ്പിൾ ഓൺ വൈ സ്പോട്ട് റിഡക്ഷൻ ത്രൂ എക്സസൈസ് ഈസ് എ മിത്ത്. എന്തുകൊണ്ടാണ് സ്പോട്ട് റിഡക്ഷൻ കള്ളത്തനമാണ് എന്ന് പറയുന്നത് എന്ന് ഒരു 5 പീപ്പിളിനെ നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, താങ്ക് യു.